Bella. Hello. Hello. നമുക്കിന്നൊരു സ്ഥലം വരെ പോയാലോ വിത്ത് ടൈനി ട്രാവലർ. സോ ഇസ ഈസ് കറൻറ്റ്ലി 5 months ആൻഡ് നമ്മളിന്ന് പോകുന്ന സ്ഥലം ഇറ്റ് ടേക്സ് ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ ടു 45 minutes റൈഡ് ഫ്രം ആ പ്ലേസ്. ആൻഡ് പോകുന്ന വഴിയെല്ലാം ഈ റോഡിൽ രണ്ട് സൈഡിൽ ഇങ്ങനെ സ്നോയിൽ കവേർഡായി കാണാനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. കാലൊന്നും കരയാത്തതിന് സന്തോഷപ്രകടനമാണ് നിങ്ങളവിടെ കാണുന്നത്. നമ്മൾ കാർ അവിടെ നൈസായിട്ട് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് നടക്കുവാണ്. ഇവിടെ നിന്ന് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആട്ടോ ഈ റോഡും ഈ സ്ഥലം എല്ലാം കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് ഫൈനലി വി ഹാവ് അറൈവ്ഡ് അവർ ഡെസ്റ്റിനേഷൻ. സോ ദിസ് പ്ലേസ് ഇസ് വൺ ഓഫ് ദ like famous winter spot in Canada, and also it's famous for its like snow activities like snowboarding. അതുപോലെ തന്നെ സ്കീയിങ്ങിനൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ആൻഡ് അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു. നമ്മളവിടെ എത്തുന്നത് ഓൾമോസ്റ്റ് ഒരു 3:34 ഒക്കെ ആട്ടോ. പക്ഷെ നമ്മളിന്ന് ചെയ്യുന്നത് അവിടുത്തെ ഫോറസ്റ്റിലേക്കുള്ള കൂടിയുള്ള ഹൈക്കിംഗ് ആണ്. ആൻഡ് ഭയങ്കര മീൻ ഐ ഫെൽറ്റ് ലൈക്ക് അവിടുത്തെ സ്നോ ഒക്കെ ഭയങ്കര ലൈക്ക് ഫ്രഷും അൺടച്ച്ഡ് ആയിട്ട് തോന്നിട്ടോ. ഇത് കാനഡയിലുള്ള പ്രൊവിൻസായ ബ്രിട്ടീഷ് കൊളംബിയയിലെ വെസ്റ്റ് വാൻകൂവറിലാണ് ഈ സൈപ്രസ് മൗണ്ടൻ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഹൈക്കിങ്ങിന് പോയ ആൾക്കാരൊക്കെ ഓൾറെഡി ഇറങ്ങുന്ന ഒരു ടൈമിലാണ് നമ്മൾ ആക്ച്വലി ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ നമ്മൾ രണ്ടും കൽപ്പിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി. ആൻഡ് ഇറ്റ് വാസ് ടോട്ടലി വർത്ത് ഇറ്റ്. ഇത് ഭയങ്കര ഈ സൈപ്രസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓഷ്യൻ്റെ അടുത്തായതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, സ്നോ ഒക്കെ ഭയങ്കര ക്ലീനാണ്. ഇറ്റ് ഡസൻറ്റ് ഇവൻ ലുക്ക് റിയൽ. ആൻഡ് എനിക്ക് തോന്നുന്നു ഈസിയാണ് ഈ ട്രിപ്പ് ഭയങ്കര എൻജോയ് ചെയ്തിരുന്നു. ആൻഡ് വാസ് ഇറ്റ് ഈസി ട്രാവലിംഗ് വിത്ത് എ ബേബി? നോട്ട് ഓൾവേസ്. കോൾഡ് വെതറും ഫീഡിങ് ബ്രേക്സും ഡ്രൈവർ ചേഞ്ചും ബട്ട് മൊമെൻറ്റ്സ് ലൈക്ക് ദിസ് ഇറ്റ് മേക്സ് എവറിത്തിങ് വർത്ത് ഇറ്റ്. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ ഹൈക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ ഒരു 5:36 ഒക്കെ ആയപ്പോഴേക്കും സൈപ്രസ് മൗണ്ടനോട് അങ്ങോട്ട് വിട പറഞ്ഞ് പോവുകയാണ് ഗൈസ്.